ഇങ്ങനെയൊക്കെ ആയി തീരുമെന്നേ ഞാൻ പ്രതീക്ഷിച്ചേയില്ല. തിരിച്ചു വരുന്ന യാത്രയിൽ സത്യം പറഞ്ഞാലുണ്ടല്ലോടാ, എൻ്റെ മനസ്സിൽ തീയായിരുന്നു. നമ്മുടെ വീട്ടിൽ ഇപ്പോൾ നമ്മൾ മാത്രമല്ലല്ലോ ഉള്ളത്. അപ്പച്ചിയും അവരുടെ ഫാമിലിയും കൃഷ്ണമാമനും അവരുടെ ഫാമിലിയും അങ്ങനെ എല്ലാവരും ഉണ്ടല്ലോ. അവരൊക്കെ എന്തു പറയുമെന്ന് ആലോചിച്ചിട്ടേ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു എനിക്ക്. എല്ലാവരും എന്നെ കത്തിച്ച് കളയുമെന്നാണ് ഞാൻ വിചാരിച്ചത്. എൻ്റെ കഷ്ടകാലത്തിനാണെങ്കിൽ ഫോൺ ഓഫായിപ്പോയി. പക്ഷേ ദേവ് സാർ ഇടപെട്ട് എല്ലാം കുറച്ച് സ്മൂത്താക്കി തന്നു. അതുകൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടെ. ഇല്ലെങ്കിൽ എന്നത്തെയും പോലെ ഞാൻ കുറ്റക്കാരിയായേനെ. അവൾ വിഷമത്തോടു കൂടി ശ്രീജിത്തിനോട് പറഞ്ഞു. നീ പറഞ്ഞതേ സത്യാടി ചേച്ചി. എല്ലാവരും നിന്നെ കൊല്ലാനുള്ള ദേഷ്യത്തിൽ നിൽക്കുമായിരുന്നു, പ്രത്യേകിച്ച് നമ്മുടെ ആ കൊനഷ്ട അപ്പച്ചി. ഞാൻ കോളേജ് വിട്ട് ഇന്ന് നേരത്തെ വന്നു കേട്ടോ. അപ്പോഴാണ് നീ എത്താത്ത കാര്യം അറിഞ്ഞത്. ഞാൻ നിന്നെ അന്വേഷിക്കാനായി ഇറങ്ങുന്ന സമയത്താ നീ സാറുമായി വന്നത്. ഇവിടെ ആകാശേട്ടൻ ഉണ്ടായിട്ടും അപ്പച്ചി നിന്നെ അന്വേഷിക്കാൻ വിടാൻ സമ്മതിച്ചില്ല. ശ്രീദേവി മോളുടെ ഒപ്പം ഷോപ്പിങ്ങിന് പോവാനാ പറഞ്ഞത്. അല്ല, നീ സാറോടൊപ്പം വന്നത് എന്തുകൊണ്ട് നന്നായി. ഇല്ലെങ്കിലേ എല്ലാവരും ചേർന്ന് നിന്നെ കുറ്റപ്പെടുത്തി കൊന്നേനെ. അതൊക്കെ പോട്ടെ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. നിനക്ക് ഈ പോലീസുകാരനെ മുമ്പ് അറിയോ? ജിത്തു ചോദിച്ചു. അത് കേട്ടതും അവളൊന്ന് ആലോചിച്ചു. പൂരപ്പറമ്പിൽ വെച്ച് നടന്ന കാര്യങ്ങൾ ജിത്തുവിനോട് പറയണോ വേണ്ടിയോ എന്ന്. എങ്ങനെയെങ്കിലും അറിയാതെ അവൻ്റെ വായിൽ നിന്ന് കാര്യങ്ങൾ പുറത്തു പോയാൽ ഒരു വഴക്കിനിടയാവും. അവളുടെ വീട്ടിലെ സിറ്റുവേഷൻ അവൾക്ക് നല്ലോണം അറിയാമായിരുന്നല്ലോ. അപ്പോൾ പറയണോ വേണ്ടിയോ എന്നതായിരുന്നു അവളുടെ ചിന്ത. എടി ചേച്ചി പറ, നിനക്ക് സാറിനെ നേരത്തെ അറിയോ? എന്താ ലുക്കാണല്ലേ അയാള്. അയാളുടെ ആ ബോഡിയും ഫേസൊക്കെ കാണുമ്പോൾ തന്നെ പേടിയാവും. പക്ഷേ ഏതൊരാൾക്കും ക്രഷ് അടിച്ചു പോവും. അത്രയ്ക്ക് സുന്ദരനായിരുന്നു. അയാളുടെ വാക്കുകളുടെ മുമ്പിൽ നമ്മുടെ അപ്പച്ചി തന്നെ പകച്ചുപോയി. കാണാൻ നല്ല രസമുണ്ടായിരുന്നു ആ സമയത്ത് അപ്പച്ചിയുടെ മുഖം. പുള്ളിക്കാരത്തി പേടിച്ചു പോയിരുന്നു. നിന്നെ കുറ്റപ്പെടുത്തി സംസാരിച്ചില്ലേ, അതിന് സാർ എന്തെങ്കിലും പറയുമോ എന്നൊക്കെ ആലോചിച്ചിട്ട്. പക്ഷെ സാറ് തക്ക മറുപടി തന്നെ കൊടുത്തു. എന്തായാലും എനിക്ക് സാറിന് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ജിത്തു സന്തോഷത്തോടു കൂടി ദേവിനെ കുറിച്ച് പറഞ്ഞു. അത് കേട്ടപ്പോൾ ശ്രീലക്ഷ്മിയും ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് സാറിനെ മുമ്പ് കണ്ട പരിചയമുണ്ടടാ. പൂരപ്പറമ്പിൽ വെച്ച് ഞങ്ങൾ തമ്മിൽ സംസാരിക്കാൻ ഇടയായിട്ടുണ്ട്. പിന്നെ ഞാൻ ഇന്നാ കാണുന്നേ. പുള്ളി ലുക്ക് കൊണ്ട് മാത്രമല്ല, സ്വഭാവം കൊണ്ടും അയാൾ നല്ലൊരു പോലീസുകാരനാണ്, നല്ലൊരു മനുഷ്യനാണ്, ശ്രീലക്ഷ്മി പറഞ്ഞു. ശ്രീലക്ഷ്മി അയാളെക്കുറിച്ച് വായി തോരാതെ സന്തോഷത്തോടു കൂടി പറയുന്നത് കേട്ടപ്പോൾ ശ്രീജിത്തിനൊരു ഡൗട്ട്. അല്ല ചേച്ചി, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ആ സാറിനെ നിന്നെ ഇഷ്ടമാണോ? ജിത്തു ചോദിച്ചു. അത് കേട്ടതും ശ്രീലക്ഷ്മി ഒന്ന് ഞെട്ടി. എന്നിട്ട് അവനെ നോക്കി. എന്താടാ നീ പറയുന്നേ? അവള് ചോദിച്ചു. അതില്ല ചേച്ചി, എനിക്കെന്തോ ആ സാറിന് നിന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. കാരണം സാറിൻ്റെ ആ സംസാരവും ഇടയിൽ നിന്നെ നോക്കുന്നതൊക്കെ കണ്ടപ്പോൾ എനിക്കങ്ങനെയൊക്കെ തോന്നി. പിന്നെ നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ, പുള്ളി നിനക്ക് വേണ്ടി സംസാരിച്ച ഓരോ വാക്കുകളിലും നിന്നോടുള്ള ഒരു കരുതലില്ലേ? അപ്പച്ചി പറഞ്ഞതിനുള്ള തക്ക മറുപടി നേരിട്ട് പുള്ളി കൊടുത്തിട്ടുണ്ടായിരുന്നു. ആർക്കു വേണ്ടി? നിനക്ക് വേണ്ടിയിട്ട്, ശ്രീജിത്ത് പറഞ്ഞു. അത് കേട്ടതും ശ്രീലക്ഷ്മി മെല്ലെ കട്ടിലിരുന്നു. അവളുടെ ഹൃദയം ശക്തമായി മിടിക്കുന്നുണ്ടായിരുന്നു. പ്രണയത്തെപ്പറ്റി ചിന്തിക്കാൻ തന്നെ അവൾക്കിപ്പോൾ പേടിയാണ്. ആകാശിൻ്റെ കാര്യത്തിൽ അവൾ ഒരിക്കൽ അനുഭവിച്ചതല്ലേ. താൻ സ്വയം പറ്റിക്കപ്പെട്ടതാണ് അവൾ ഓർത്തു. അതിപ്പോഴും അവളുടെ നെഞ്ചിൽ ഒരു ചെറിയ നോവായി അവശേഷിക്കുന്നുണ്ട്. അവൾ സ്വയം സമാധാനിപ്പിച്ചുകൊണ്ട് ജിത്തുവിനോട് പറഞ്ഞു, എടാ ചിക്ക, നീ വെറുതെ ഓരോന്ന് പറയരുത് കേട്ടോ. ഒരു സാധാരണ കമ്പനിയിലെ ജോലിക്കാരനായ ആകാശേട്ടന് പോലും എന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ല. എന്നിട്ടാണ് ഒരു IPS. എൻ്റെ ഈ സൗന്ദര്യം, എൻ്റെ ഈ പ്രകൃതം, പിന്നെ പൊക്കക്കുറവ് എല്ലാം ആർക്കെങ്കിലും ഇഷ്ടപ്പെടുമോ? ഞാൻ നിങ്ങളെല്ലാവരെയും പോലെ ഇന്നത്തെ കാലത്തിനനുസരിച്ച് ചിന്തിക്കുന്ന ഒരു പെൺകുട്ടിയല്ല. ശ്രീദേവിയുടെ ഭാഷയിൽ പറഞ്ഞ തനി പഴഞ്ചൻ. എനിക്ക് നിങ്ങളെപ്പോലെ സംസാരിക്കാനും കഴിയില്ല.
പുള്ളിക്ക് എന്നെ ഇഷ്ടപ്പെടാനുള്ള ഒരു സാധ്യതയും ഇല്ല. പുള്ളിയുടെ ആ ലുക്കും ജോലിയൊക്കെ നീ കണ്ടില്ലേ? അതുകൊണ്ട് അത്ര സംസാരങ്ങളൊന്നും വേണ്ടടാ, ശ്രീലക്ഷ്മി അവളുടെ അനിയനോട് പറഞ്ഞു. ഒന്ന് പോയേടി ചേച്ചി, അവൾ ഓരോന്ന് പറഞ്ഞിട്ട് വരിക. നിനക്ക് മുഴുവൻ കുറവുകളേ ഉള്ളൂ എന്ന് നീ തന്നെ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് സത്യം. പിന്നെ കുറച്ച് വിവരമില്ലാത്തവർ പറയുന്നു, അതൊക്കെ ചെവി കൊടുക്കാൻ നീ നിന്നു കൊടുക്കുകയും ചെയ്യുന്നു. അതാണ് നിന്റെ ഏറ്റവും വലിയ പ്രശ്നം. സാറിന് നിന്നെ ഇഷ്ടപ്പെടാതിരിക്കാനായിട്ട് ഓരോ കുറവും ഞാൻ കാണുന്നില്ല. നമുക്ക് നോക്കാം ഞാൻ പറഞ്ഞത് ശരിയാണോ അല്ലയോ എന്ന്. എന്തായാലും ആ പോലീസുകാരനെ എൻ്റെ ചേച്ചിയെ അത്ര പെട്ടെന്നൊന്നും വിടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആണുങ്ങളുടെ സൈക്കോളജിയെ ആണുങ്ങൾക്കേ അറിയൂ, ശ്രീജിത്ത് പറഞ്ഞു. അത് കേട്ടതും ശ്രീലക്ഷ്മി ഒന്ന് പുഞ്ചിരിച്ചു. അങ്ങനെ അത്താഴത്തിൻ്റെ സമയമായി. എല്ലാവരും ടേബിളിൻ്റെ ചുറ്റുമിരുന്നു. ശ്രീലക്ഷ്മിയും അവളുടെ അമ്മ പാർവതിയുമായിരുന്നു വിളമ്പുന്നത്. അപ്പച്ചിക്ക് ശ്രീലക്ഷ്മിയെ ഇന്ന് എല്ലാവരും അഭിനന്ദിച്ചത് തീരെ ഇഷ്ടമായിരുന്നില്ല. ശ്രീലക്ഷ്മിയെ തന്നെ അപ്പച്ചിക്ക് ഇഷ്ടമല്ല. അതിന് ഒരു പ്രധാനപ്പെട്ട കാരണമുണ്ട്. അപ്പച്ചിയുടെ മൂത്ത മകനും ശ്രീലക്ഷ്മിക്കും ഒരേ പ്രായമായിരുന്നു. ചെറുപ്പത്തിൽ കുട്ടികളെല്ലാവരും കൂടി പുഴയിൽ കളിക്കാൻ പോയപ്പോൾ ശ്രീലക്ഷ്മിയും അവരുടെ മകനും ഒഴുക്കിൽപ്പെട്ടു. അന്ന് എല്ലാവരും ചേർന്ന് ആദ്യം രക്ഷപ്പെടുത്തിയത് ശ്രീലക്ഷ്മിയാണ്. കാരണം എല്ലാവർക്കും പിടുത്തം കിട്ടിയത് ശ്രീലക്ഷ്മി ആയതുകൊണ്ടാണ്. പിന്നെയാണ് അവരുടെ മകനെ കിട്ടിയത്. എന്നാൽ അപ്പോഴേക്കും ആ കൊച്ചു മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. ശ്രീലക്ഷ്മിയാണ് അവരുടെ മകൻ മരിക്കാൻ കാരണം എന്നാണ് അവർ വിശ്വസിച്ചിരുന്നത്. ോടും പറയാതെ ആ ദേഷ്യം നല്ലോണം ശ്രീലക്ഷ്മിയോട് അവരുടെ ഉള്ളിലുണ്ടായിരുന്നു. ശ്രീലക്ഷ്മിയെ രണ്ടാമത് രക്ഷിച്ചുവെങ്കിൽ തൻ്റെ മകൻ ഇന്നും ജീവനോടെ ഉണ്ടാവും എന്ന ഒരു വിഡ്ഢിത്തമായ ചിന്തയായിരുന്നു അവർക്ക്. അങ്ങനെ എല്ലാവരും കൂടി കഴിക്കാനിരുന്നു. അവിടെ ഒരു ചെയർ ബാക്കിയുണ്ടായിരുന്നു. ശ്രീലക്ഷ്മി ആണെങ്കിൽ ഉച്ചയ്ക്ക് കഴിച്ചതാണ്. രാത്രിയായിട്ടും അവളൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവൾക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഇരുന്ന ശേഷം ബാക്കിയുള്ള ആ ചെയറിൽ അവൾ ഇരിക്കാനായി പോയി. അപ്പോൾ അപ്പച്ചി പറഞ്ഞു, നീ എന്താടി പെണ്ണെ ഇപ്പോൾ ഇരിക്കാൻ പോകുന്നത്? കഴിക്കാൻ ഇത്ര ധൃതിയായോ? നിന്റെ അമ്മ വിളമ്പുന്നത് കണ്ടില്ലേ? അവളോട് ഇരിക്കുമോ എന്ന് ചോദിക്കാതെ നീ കയറിയിരിക്കുന്നത് ശരിയാണോ? അതെങ്ങനെയാ? തീറ്റ എന്നുള്ള വിചാരല്ലേ ഉള്ളൂ. തടിച്ച് വീർത്ത് പോത്തുപോലെയായി, അപ്പച്ചി പറഞ്ഞു എല്ലാവരുടെയും മുമ്പിൽ വെച്ച്. അവളാകെ എന്തോ പോലെയായി. അവൾക്ക് നല്ലോണം സങ്കടം വന്നു. ആർക്കായാലും വരുമല്ലോ. അപമാനിച്ചതല്ലേ അവളെ എല്ലാവരുടെ മുമ്പിൽ വെച്ചിട്ട്. കലാധരൻ തൻ്റെ പെങ്ങളുടെ മുഖത്തേക്ക് ദേഷ്യത്തിൽ നോക്കി. എന്നാൽ അയാളൊന്നും പറഞ്ഞില്ല. അവളുടെ അമ്മ പാർവതിയും കൂടെ ഒന്നും മിണ്ടിയില്ല. വെറുതെ ഒരു വഴക്ക് വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ അവർക്കൊന്നും തൻ്റെ മകളുടെ മനസ്സ് മനസ്സിലാക്കാൻ സാധിച്ചില്ല. അപ്പച്ചി പറഞ്ഞത് കേട്ടതും അവളുടെ അനിയത്തി ശ്രീദേവിയും കൂടി പറഞ്ഞു, അത് പിന്നെ എങ്ങനെയാ? ശ്രീലക്ഷ്മി ചേച്ചിക്ക് ഫുഡ് കണ്ടാൽ പിന്നെ ആർത്തിയാണ്. എത്ര കഴിച്ചാലും മതിയാവില്ല. അത് പറഞ്ഞ് അവൾ ചിരിച്ചു. ആകാശം ഉണ്ടായിരുന്നു അപ്പോൾ. എന്നാൽ ആകാശിന്റെ മുഖത്ത് ഇപ്പോൾ ചിരി വന്നില്ല. അവന് ഒരു ഡൗട്ടൊക്കെ തോന്നി തുടങ്ങി. ശ്രീദേവിയുടെ സ്വഭാവം അത്ര ശരിയല്ലെന്ന്. ഇതൊക്കെ കേട്ട് പാവം ശ്രീലക്ഷ്മി എഴുന്നേൽക്കാനായി പോയി. അത് കണ്ടതും അപ്പച്ചി പറഞ്ഞു, നീ ഇനി എഴുന്നേൽക്കണ്ട, കഴിച്ചോ എന്ന്. അവൾക്കാകെ അവിടെ ഇരിക്കുന്തോറും ശ്വാസം മുട്ടുന്ന പോലെ തോന്നി. ഇറച്ചില്ല അടക്കാനാവാതെ അവൾ ആകെ എന്തോ പോലെയായി. തന്നെപ്പറ്റി ആരും ഒരു വാക്കും പറഞ്ഞില്ലല്ലോ, തനിക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ലല്ലോ എന്നൊക്കെ ഓർത്തപ്പോൾ അവൾക്ക് അവിടെ ഇരിക്കാൻ തോന്നിയില്ല. മദ്യപിച്ച് അമ്മയെ ഉപദ്രവിക്കുന്ന ആ മകൻ്റെ മുമ്പിൽ ശ്രീലക്ഷ്മി കാണിച്ച ധൈര്യം തൻ്റെ ആൾക്കാരുടെ മുമ്പിൽ അവൾക്ക് കാണിക്കാനായില്ല. അവൾ വേഗം എഴുന്നേറ്റ് റൂമിലേക്ക് പോയി. ആ സമയം ശ്രീജിത്ത് നീലിമയും പുറത്തായിരുന്നു. അതുകൊണ്ട് അവർ ഈ രംഗങ്ങളൊന്നും കണ്ടില്ല. അതുകൊണ്ട് തന്നെ അവൾക്ക് വേണ്ടി സംസാരിക്കാനോ ഒരു സപ്പോർട്ടിനോ ആരും ഉണ്ടായിരുന്നില്ല. കണ്ടില്ല ആ പെണ്ണിന്റെ അഹങ്കാരം. ചോറിന്റെ മുമ്പിൽ നിഷേധിച്ച് എഴുന്നേറ്റ് പോയത്. ഒരു തള്ളേനെ ഒരുത്തന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്തിയെന്ന് പറഞ്ഞ് വലിയ അഹങ്കാരമായി ആ പെണ്ണിന്. എങ്ങനെയാ അഹങ്കാരം ഇല്ലാണ്ടിരിക്കുക? തോന്നിവാസത്തിന് നടക്കാൻ അനുവദിച്ചിരിക്കല്ലേ, അപ്പച്ചി പറഞ്ഞു. ഇതൊക്കെ കേട്ട് കലാധരനെ പാർവതി തുറച്ചു നോക്കി. മകൾ ഇങ്ങനെയൊക്കെ പറഞ്ഞതിന്റെ ദേഷ്യം പാർവതിക്കുണ്ട്. എന്നാൽ അതവൾ പുറത്ത് കാണിച്ചില്ല. റൂമിലേക്ക് പോയ ശ്രീലക്ഷ്മി പൊട്ടിക്കരയാൻ തുടങ്ങി, തൻ്റെ വിധിയെക്കുറിച്ച് ഓർത്തിട്ട്. അപ്പോൾ തന്നെയല്ലേ അവൾക്ക് സന്തോഷിക്കാനുള്ള വക കിട്ടിയത്. അപ്പം തന്നെ
സങ്കടവും തേടിയെത്തി. പാവം. ഇതാണ് ശ്രീലക്ഷ്മിയുടെ വീട്ടിലെ വിശേഷം. ദേവാണെങ്കിൽ എന്നത്തെയും പോലെ ഫ്രഷായി അവൻ്റെ അമ്മയെ വിളിച്ച് കാര്യങ്ങൾ പറയുകയായിരുന്നു. ഹലോ, എൻ്റെ അമ്മക്കുട്ടി എന്ത് ചെയ്യുകയാണ്? അവൻ ചോദിച്ചു. എന്ത് ചെയ്യാനാടാ, പിള്ളേരുടെ പേപ്പറൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യുകയാണ്. ആണോ? അല്ല, ഞാനൊരു ഡൗട്ട് ചോദിക്കട്ടെ. ടീച്ചർ പഠിപ്പിക്കുന്ന പിള്ളേരൊക്കെ ജയിക്കുന്നുണ്ടല്ലോ അല്ലേ? ദേവ് അവൻ്റെ അമ്മയോട് ചോദിച്ചു. ആ ചോദ്യം കേട്ടതും അവൻ്റെ ടീച്ചർ അമ്മ പറഞ്ഞു, ജയിക്കുന്നുണ്ടോ എന്നോ? എൻ്റെ പിള്ളേരൊക്കെ 50% മുകളിൽ എന്തായാലും വാങ്ങും, ദേവിൻ്റെ അമ്മ പറഞ്ഞു. അത് കേട്ടതും ദേവ് പറഞ്ഞു, ശരി അമ്മേ. അതെ, അമ്മ അങ്ങനെ പിള്ളേരെ പഠിപ്പിച്ചും അവരുടെ കാര്യങ്ങൾ നോക്കിയിട്ടും പരീക്ഷ ഇട്ടിട്ടൊക്കെ ഇരുന്നോ? ഇങ്ങോട്ട് എപ്പോഴാണ് ഒന്ന് ട്രാൻസ്ഫർ വാങ്ങി എത്തുക? ഞാൻ ഹോട്ടൽ ഫുഡ് കഴിച്ച് മടുത്തു കേട്ടോ, ദേവ് പറഞ്ഞു. അത് കേട്ടതും അവൻ്റെ അമ്മ പറഞ്ഞു, അങ്ങനെ ഹോട്ടൽ ഫുഡ് കഴിച്ച് മടുത്തെങ്കിലേ എൻ്റെ പൊന്നു മോൻ പോയി ആദ്യം ഒരു പെണ്ണിനെ കിട്ടും, ജയഗീത ടീച്ചർ പറഞ്ഞു. അത് കേട്ടതും എന്നത്തെയും പോലെ ദേവിൻ്റെ മനസ്സിലൂടെ പോയത് ശ്രീലക്ഷ്മിയാണ്. അപ്പോൾ ഇന്ന് നടന്ന സംഭവങ്ങളും അവൻ്റെ മനസ്സിലൂടെ കടന്നുപോയി. അത് അമ്മയോട് പറയാനായി തുടങ്ങി ദേവ്. അമ്മ ഓർക്കുന്നുണ്ടോ, ഞാൻ പൂരപ്പറമ്പിൽ വെച്ച് ഒരു പെൺകൊച്ചിനെ കണ്ടത്? ആ, നീ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഒരു അടയ്ക്കാക്കുരുവ പോലത്തെ ഒരു പെൺകുട്ടീനെ കണ്ടു എന്ന്, നിനക്ക് ഭയങ്കര ഇഷ്ടമായി എന്നൊക്കെ. എന്തേ, അവളെ വീണ്ടും കണ്ടോ? അവളാവോടാ എൻ്റെ മരുമകള്? ജയകീർത്തി ടീച്ചർ, അതായത് ദേവിൻ്റെ അമ്മ ചോദിച്ചു. അത് കേട്ടതും ദേവിന് നാണം വന്നു. ബാക്കി നമുക്ക് അടുത്ത പാട്ടിൽ കാണാട്ടോ ഗൈസ്. ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.